Hey traders, this is Junaid. Welcome back another ഫണ്ട് ട്രേഡിംഗ് സീരീസ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫണ്ട് അക്കൗണ്ടിനകത്തുള്ള ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. സോ ലാസ്റ്റ് വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാൻഡേറ്ററീസ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് നിങ്ങൾ മുന്നിൽ വെക്കും. അതേപോലെ തന്നെ റിയൽ ടൈം ഫണ്ടിങ് ഫേംസിലേക്ക് വരുന്ന സമയത്ത് ഈ ഫണ്ടിങ് ഫേംസിന്റെ അക്കൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ പല ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ഇൻഡസ്ട്രിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സാംസ് അല്ലെങ്കിൽ ചാലഞ്ചസ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതെല്ലാം ടൈപ്പ് ഓഫ് ചാലഞ്ചസ് അക്കൗണ്ട്സ് മാർക്കറ്റിനകത്ത് ഉണ്ടെന്നുള്ളതും ഈ ഓരോ ചാലഞ്ച് അക്കൗണ്ട് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോനകത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ സെഗ്മെന്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ ഒരുപാട് ഒരു ഇൻ ഡീറ്റെയിൽ ആയ ഒരു വലിയൊരു ഡെപ്തിലേക്കുള്ള ഒരു വീഡിയോ അല്ല ഇവിടെ പറഞ്ഞത്. അതിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ടൈപ്പ് ഓഫ് ചാലഞ്ച് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോഫോം റിലേറ്റഡ് ആയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എലമെന്റിലെ കമ്പനി നമ്പർ അല്ലെങ്കിൽ എലമെന്റിന്റെ വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ട്രേഡിങ്ങിനകത്തേക്ക് ഒരു ലേൺ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ പൈസയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എലമെന്റൽ ട്രേഡിങ്ങിന്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് വേർഡ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഉണ്ട്, ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾസോ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള എസ്എംസി കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി അതിന്റെ 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കില്ലിനെ കുറച്ചുകൂടി അപ്സ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബാക്കി വീഡിയോസ് എല്ലാം ആസ് സൂൺ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഈ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേസിക് വീഡിയോസ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ട്രേഡിംഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പല ടൈപ്പ് ഓഫ് അക്കൗണ്ട്സും മാർക്കറ്റിനകത്തുണ്ട്. ഓക്കെ. പല ടൈപ്പ് ഓഫ് ചാലഞ്ച് ഫേസ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചാലഞ്ച് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഞാൻ ഫണ്ട് ചെയ്യുള്ളൂ. ആൻഡ് ഈ ചാലഞ്ച് പാസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം പല രീതിയിലുള്ള ചാലഞ്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഐ മീൻ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 2 എക്സാം ഉണ്ടാവും. ഓക്കെ. ഐ മീൻ 2 ചാലഞ്ച് ഉണ്ടാവും. ഓക്കെ. ഈ 2 ചാലഞ്ചിലും നിങ്ങൾ ഈ 2 ചാലഞ്ച് ഫേസ് അല്ലെങ്കിൽ 2 എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഫണ്ട് ചെയ്യാൻ തരുള്ളൂ. വേറെ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഒരു 1 സ്റ്റെപ്പ് ചാലഞ്ചസിൽ ഒറ്റ എക്സാമേ ഇവിടെ ഉള്ളൂ. ഓക്കെ. എക്സാമേ നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റുന്നുണ്ട്. ഒറ്റ എക്സാമേ ഉള്ളൂ. ഈ ഒറ്റ എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ അക്കൗണ്ട്സ് കാര്യങ്ങൾ തരും. മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി വെക്കുവാണ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്. സോ വാട്ട് ഈസ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാലഞ്ച് ഒന്നുമില്ല. നിങ്ങൾ വൺസ് നിങ്ങളുടെ ഈ ഒരു ചാലഞ്ച് ഫേസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തരാം. സോ ഈ ഒരു 3 രീതിയിലുള്ള അക്കൗണ്ട്സ് ആണ് അല്ലെങ്കിൽ 3 രീതിയിലുള്ള ചാലഞ്ചസ് ആണ് നമ്മളെ പൊതുവെ പ്രോഫം ഇൻഡസ്ട്രിനകത്ത് കണ്ടുവരുന്നത്. ഇതിനകത്ത് തന്നെ പല പ്രോഫംസിനും പല രീതിയിലുള്ള റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പലതും പല രീതിയിലുള്ള പേയ്മെന്റ്സും ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിവിടെ ഇൻഡസ്ട്രിനകത്ത് ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഫോം ആണ് എടുക്കുന്നത്. ആക്ച്വലി അവര് വന്നതിന് ശേഷമാണ് മാർക്കറ്റിനകത്ത് ഒരുപാട് പ്രോഫോംസിനകത്ത് എന്ത് മാറ്റം വന്നത്? ഐ മീൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചേഞ്ച് വന്നത്. സോ അവരുടെ റൂള് പ്രകാരം ഇവരത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് എന്തുണ്ട് 2 ചാലഞ്ച് ഫേസ് എന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഞാൻ പാസ്സാവണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെയുണ്ട്. ഈ 2 സ്റ്റെപ്പും ഞാൻ ഇവര് തരുന്ന റൂൾസ് അനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഒന്നാമത്തെ റൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. നിങ്ങള് ആദ്യത്തെ ഫേസിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ എക്സാമിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10% എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. 8% ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങളുടെ രണ്ടാമത്തെ ഫേസിലേക്ക് പോകും. ഈ രണ്ടാമത്തെ ഫേസിനകത്ത് നിങ്ങൾ 8% ഒന്നും നിങ്ങൾ ആക്കണ്ട. നിങ്ങൾ എത്ര ആക്കിയാൽ മതി? ഒരു 4%, 4% നിങ്ങൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് പോവാം? മാസ്റ്റർ അക്കൗണ്ടിലേക്ക്. ഓക്കെ. ഇതാണ് മിക്ക എല്ലാ പ്രോ ഫേർമ്സിന്റെയും
കോമൺ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? 8% അപ്പ് ആക്കണം ഫസ്റ്റ് ഫേസില്. സെക്കൻഡ് ഫേസിൽ നിങ്ങൾ എത്ര ആക്കിയാൽ മതി? 4% അപ്പ് ആക്കിയാൽ മതി. ഇതേ റൂൾ തന്നെയല്ല എല്ലാ പ്രോ ഫേർമ്സിനകത്തും വരുന്നത്. പല പ്രോ ഫേർമ്സിനും പല റൂളാണ്. ഇപ്പോൾ വേറെ സിനാരിയോ വേറെ പ്രോ ഫേർമ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 10% ഫസ്റ്റ് ഫേസിൽ കൊടുക്കുന്ന പ്രോ ഫേർമ്സ് ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ എത്ര ആക്കിയാൽ നേരെ പകുതി 5% കൊടുക്കുന്ന പ്രോ ഫേർമ്സും ഇൻഡസ്ട്രിനകത്ത് അവൈലബിൾ ആണ്. വൺസ് ഇത് രണ്ടും പാസ്സായി എനിക്ക് നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് പോവാം? നിങ്ങളുടെ മാസ്റ്റർ അക്കൗണ്ടിനകത്ത് പോവാം. പക്ഷെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര എന്താ തോന്നുക? ഇത് 8% അല്ലേ ഉള്ളൂ. പാസ്സാക്കാൻ എളുപ്പാണല്ലോ എന്നുള്ളത്. വെറും തെറ്റായ വ്യാമോഹങ്ങളാണ്. മലയാളം എനിക്ക് കറക്റ്റ് ആണോന്ന് അറിയില്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് ആളുകൾ സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ മണി മാനേജ്മെന്റ്, പ്രോപ്പർ ഡിസിപ്ലിൻ ഇല്ലാതെ ഫെയിൽ ആവുന്ന ഒത്തിരി പേരുണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. then ഇവിടെ രണ്ടാമത്തെ അക്കൗണ്ട് ആണ് നമുക്ക് വൺ സ്റ്റെപ്പ് ചാലഞ്ച്. ഇവിടെ പേര് പോലെ തന്നെ ഫേസ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. ആ ഒരൊറ്റ എക്സാമിൽ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അക്കൗണ്ട് കിട്ടും. ഇവിടെ വരുന്ന സമയത്ത് മിക്ക എല്ലാ പ്രോ ഫേർമ്സും വൺ സ്റ്റെപ്പ് ചാലഞ്ച് ഒന്നുകിൽ 10% ആണ് കൊടുക്കുക. അല്ലെങ്കിൽ 8% കൊടുക്കുന്ന പ്രോ ഫേർമ്സും ഉണ്ട്. ഓക്കെ. 10% കൊടുക്കുന്ന പ്രോ ഫേർമ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 8% കൊടുക്കുന്ന പ്രോ ഫേം ഉണ്ട്. സോ ഇതിനകത്ത് ഏതാണെങ്കിൽ പോലും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് പോവാം? നിങ്ങളുടെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോവാം. സോ വൺസ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ലൈവ് അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ മണി കിട്ടും. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ വരുന്നത് ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണ്. ഇവിടെ കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, എക്സാംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വരുന്നത്? മാസ്റ്റർ അക്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾ ചാലഞ്ച് ഫേസ് പാസ് ഐ മീൻ നിങ്ങൾ ചാലഞ്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഹെഡേക്സോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടിങ് ആര് ചെയ്യാണ്? ഈ പ്രോ ഫേർമ്സ് നിങ്ങൾക്ക് തരുവാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഫണ്ടിങ് എടുത്താൽ പോരെ? പക്ഷേ ഇവിടെ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പ്രൊഫംസ് അല്ലെങ്കിൽ ഓരോ ചാലഞ്ചിനും അതിന്റെ ഫീസ് ഡിഫറന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ചാലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചാലഞ്ച് ഫീ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ. ഒരു എക്സാമ്പിൾ ആയിട്ട് $5000 ഒരു അക്കൗണ്ട് എടുക്കാം. ഓക്കെ. $5000 ഒരു അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടു സ്റ്റെപ്പ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് ഫേസ് അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് ചാലഞ്ച് ആണെങ്കിൽ ആവറേജ് കൊടുക്കേണ്ടത് ഒരു $33 ടു 59 ഓ ഒരു എന്താ പറയാ, ഒരു 60 ഒരു 59 ടു $69 മാത്രമേ ഒരു മാക്സിമം എന്ത് ചെയ്യുന്നുള്ളൂ ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. $33 മുതൽ $59 വരെയൊക്കെ എന്ത് വരുന്നുള്ളൂ അല്ലെങ്കിൽ $69 വരെയൊക്കെ ആവറേജ് $5000 അക്കൗണ്ടിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇത് ഓരോ പ്രോഫംസിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് പ്രോഫംസിൻ്റെ കൊടുക്കുന്നത് ഫണ്ടിങ് പിപ്സ് ആണ് ഇൻ മൈ ബെസ്റ്റ് നോളജ്. 5 ഇയറും കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ പ്ലാറ്റ്ഫോമിലേക്ക്. ദെൻ വൺ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒറ്റ ഫേസേ ഉള്ളൂ. അപ്പൊ ഇതിന് കുറച്ചും കൂടി എന്ത് ചെയ്യണം? ഫീസ് കൂട്ടണം. വെച്ചാൽ കുറച്ചും കൂടി എന്താണ്? എളുപ്പാണല്ലേ ട്രൈ ചെയ്യാൻ. സോ വൺ സ്റ്റെപ്പ് ഇവാലുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ആവറേജ് ഫീസ് എന്ന് പറഞ്ഞാൽ $5000 ഒരു 59 ഓർ $69 ടു ആവറേജ് ഫീസ് ഒരു നമുക്ക് $119 വരെയൊക്കെ കണ്ട പ്ലാറ്റ്ഫോംസ് ഞാൻ ഇൻഡസ്ട്രി ഉണ്ട്. $5000 നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഇവിടെ വരുമ്പോൾ എന്തായി? ഫീസ് ഡബിൾ ആയി അല്ലേ? ദെൻ അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ പല പ്രോഫംസിന്റെയും $99 ആണ്. $99 ടു $159 ഒക്കെ വരെ വരുന്ന പ്രോഫംസ് ഇൻഡസ്ട്രിനകത്ത് അവൈലബിൾ ആണ്. സോ ഓരോ ചാലഞ്ചും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ഫേസ് ആണ് കൊടുക്കാറ്. സോ ഇതുകൊണ്ട് തന്നെ സാധാരണ ഒരു ബിഗിനർ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് മിക്ക സമയത്തും ഏറ്റവും പോപ്പുലർ ആയുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ചാലഞ്ചസ് ആണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ ഉള്ള ഒരു ഫേസ് ആണ്. ടു സ്റ്റെപ്പ് ഫേസസ് എന്ന് പറയുന്നത്. വൺ സ്റ്റെപ്പും ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഒക്കെ റീസെന്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാലഞ്ച് ഫേസസ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ടു സ്റ്റെപ്പ് ചാലഞ്ച് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് വളരെ ചെറിയ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് മേജർ ആയിട്ടുള്ള ഓരോ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഫംസിനകത്തുള്ള ടൈപ്പ് ഓഫ് ചാലഞ്ചസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോന്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യും? നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിനകത്ത് 3 ആണെങ്കിലും 3ന് അതിന്റേതായിട്ടുള്ള അഡ്വാന്റേജും ഉണ്ട്, ഡിസഡ്വാന്റേജസും ഉണ്ട്. ഇൻ ടേംസ് ഓഫ് മണി, ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് നിങ്ങൾക്ക് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ പല റീസൺസും പല ആസ്പെക്ട്സിനെയും ഡിപ്പെൻഡ്സ് ആണ്
ഇതിനകത്ത് ഏതാണ് പിക്ക് ചെയ്യാന്നുള്ള ഒരു ചോയ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. അത് ഞാനല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരുന്നത്. നിങ്ങളാണ് അതിന് എന്ത് ചെയ്തത് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനതിന്റെ പേയ്മെന്റിന്റെ കാര്യം തന്നെ പറഞ്ഞപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഇപ്പൊ 1 സ്റ്റെപ്പ് ആണെങ്കിലും 2 സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണെങ്കിലും ഇൻസ്റ്റന്റ് ഫണ്ടിംഗ് ആണെങ്കിലും എല്ലാം തമ്മിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഇവാലുവേഷൻ ഒന്നും വേണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഫണ്ടിംഗ് ചൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നുള്ളത്. ടു ബി ഹോണസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ഇന്ന ഫേം ബെസ്റ്റ് ആണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഇവരെന്ന് പൂട്ടിപ്പോവും ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇൻഡസ്ട്രിയിൽ അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അത് ഏതൊക്കെയാന്നുള്ളത്. ഇപ്പം ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത് ഫണ്ടിംഗ് ബേസ് ആണ്. 5ER ഉണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ടിംഗ് ഇല്ല. ക്വാണ്ടിക് ഉണ്ട്. അതുപോലെ ഫണ്ട് നെക്സ്റ്റ് ഉണ്ട്. കുറച്ച് FTM ഉണ്ട്. FTM നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അബ്രോഡിൽ എനിക്ക് 1, 2 കുറച്ച് പേര് യൂസ് ചെയ്യുന്നതും എനിക്കറിയാം. അപ്പൊ ഞാൻ അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് ചൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ ഇൻ കമ്മിങ് ഫ്യൂച്ചർ വീഡിയോസ് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോംസും തമ്മിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾ അതിന്റെ എന്തെങ്കിലും ഹിഡൻ റൂൾസ് ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്യൂച്ചർ ഡൗട്ട്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഐ മീൻ കമന്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എലമെന്റ്സിലെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് സെഷൻസും ഹൈബ്രിഡ് സെഷൻസും പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു മെന്റർഷിപ്പ് എടുക്കണം. ഒരു ട്രേഡർ ആവാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒരുപാട് ടെലിഗ്രാം ചാനലിനകത്ത് നമുക്ക് പല ചാനലിനകത്തും ഒരുപാട് ഇൻഫർമേറ്റീവ് കണ്ടന്റ്സും അതുപോലെ തന്നെ പല ആർട്ടിക്കിൾസ് എല്ലാം അവൈലബിൾ ആണ്. എവരിത്തിങ് ഈസ് ഫ്രീ. ഇലോൺ മസ്കിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് പുറത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെയും ചൂസ് ചെയ്യാം. ഒരു കോഴ്സ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ പറയുള്ളൂ. നമ്മൾ തന്നെ ഒരുപാട് SMC കോഴ്സും യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏഷ്യ ഹൈ യെല്ലോ തിയറി നമ്മുടെ കോഴ്സിന്റെ ഭാഗമുള്ള ഒരു കണ്ടന്റ് ആണ് ഏഷ്യ ഹൈ യെല്ലോ തിയറി. അത് ഞാനവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുണ്ട്. പവർ ഓഫ് 3 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചറിൽ ഒരുപാട് കണ്ടന്റ്സ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മെന്റർ ഒരു അസിസ്റ്റൻസ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളെ കേൾക്കാൻ ഒരാൾ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരാൾ വേണം. ഒരു മെന്റർ ഓപ്പോസിറ്റ് സൈഡിൽ വേണം. ഒരു ഫാമിലിയുടെ ഭാഗമായി നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന്റെ അതും ഒരുപാട് പേരൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം. അവരുടെ ചെറിയ ചെറിയ ഡിസ്കഷൻസും നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യലും നിങ്ങളുടെ ചാർട്ട്സ് ഷെയർ ചെയ്യലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിന്റെ നമ്മുടെ മെന്റർഷിപ്പ് എടുത്താൽ മതി. മെന്റർഷിപ്പിൽ നമ്മുടെ കോഴ്സ് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലസ് നമ്മുടെ സപ്പോർട്ട് ഇത്തരം കാര്യങ്ങളെയാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മുടെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സീ യു.